അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരികളെ, ഈ വർഷത്തെ ആഴ്ചയിൽ നടക്കുന്ന നമ്മുടെ ക്ലാസിൻ്റെ സമാപനമാണ്. ഇനി ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞ് 6 നോയമ്പും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാസ് വീണ്ടും ആരംഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് ധാരാളം വർദ്ധിപ്പിച്ച് അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അല്ലാഹുവിൻ്റെ കോടതിയിലുള്ള അളവ് തൂക്കം അത് യാഥാർത്ഥ്യമാണ്. ആ തൂക്കം നടക്കുന്ന ഒരു ദിവസം അത് അൽ ഹഖ് ഹഖാണ്, യാഥാർത്ഥ്യമാണ്. ഫമൻ സഖലത് മവാസീനുഹു, അവന്റെ ഭാരം തൂങ്ങിക്കഴിഞ്ഞാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവനാണ് വിജയി. നന്മക്ക് ഭാരം തൂങ്ങിയോ അവൻ വിജയിയാണ്. എന്നാൽ വമൻ ഖഫത് മവാസീനുഹു, വല്ലവന്റെയും തുലാസിലെ ഭാരം നന്മക്കല്ല, കൂടുതൽ തിന്മക്കാണ്. അങ്ങനെയാകുമ്പോൾ അവൻ്റെ നന്മ കുറഞ്ഞുപോയി. അങ്ങനെ കുറഞ്ഞു പോയാലോ ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവൻ അവൻ്റെ ശരീരത്തെ പരാജയപ്പെടുത്തിയവനാണ്. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവൻ അക്രമം കാണിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പരാജിതരിൽ അവൻ പെട്ടത് എന്ന് സൂറത്തുൽ അഅറാഫ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരങ്ങളോട് ചോദിക്കേണ്ടത്, എത്ര വാഴുകൾ നമ്മൾ കേൾക്കുന്നു, എത്ര ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു, എത്രയാണ് നമ്മൾ അറിവുകൾ കേൾക്കുന്നത്. പക്ഷേ എന്താണ് നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റം വരാത്തത്? ആ ശരീരത്തെ മാറ്റിയെടുക്കേണ്ടത് ഞാനും നിങ്ങളുമല്ലേ? വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്യാം, അള്ളാഹുവിലേക്ക് അടുക്കണം. അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ മഹത്തായ ഓഫറുമായി വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബ് നമ്മിലേക്ക് ഒരു അതിഥിയെ പറഞ്ഞേക്കുകയാണ്. ആ അതിഥിയെ പറഞ്ഞേക്കുമ്പോൾ അതിഥിയെ ബഹുമാനിക്കേണ്ടത് നമ്മളാണ്, അതിഥിയെ ആദരിക്കേണ്ടത് നമ്മളാണ്, അതിഥിയെ സൽക്കരിക്കേണ്ടത് നമ്മളാണ്. കാരണം ആ അതിഥിയെ പറഞ്ഞേക്കുന്നവൻ ആരാണ്? റബ്ബുൽ ആലമീൻ, ലോകം അടക്കി ഭരിക്കുന്ന ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ. മുഴുവൻ ലോകത്തിന്റെയും അധികാരമുള്ളത് റബ്ബിനാണല്ലോ. ആ റബ്ബാണ് നമുക്ക് ഓഫറുമായി വിശുദ്ധ റമദാൻ പറഞ്ഞേക്കുന്നത്. ആ റബ്ബ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ്, എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് ബുദ്ധിപടർത്തുന്ന റബ്ബ് നമ്മിലേക്ക് അതിഥിയെ പറഞ്ഞേക്കുമ്പോൾ ആ അതിഥിയുടെ പേരാണല്ലോ ശഹ്റു റമദാൻ. മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളുടെ നേതാവായ റമദാൻ എന്ന് പറയുന്ന മഹത്തായ മാസം. എന്നാൽ ആ മാസം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ മഹാന്മാർ എണ്ണി പറയുകയാണ്. അൽ അവ്വലു, ഒന്നാമത്തത്, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും തൗബ ചെയ്ത് പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണ്. ഒന്ന്, ഉത്തുലുബ് മതാബം ബിന്നദാമതി മുഖലിയാ وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا. ഹൃദയത്തിൽ നിന്നും അഗാധമായ ഖേദം വരികയും ആ ഖേദം കൊണ്ടാകണം നീ തൗബ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നന്നായി ഖേദിച്ചു മടങ്ങുകയും
വരും ദിവസങ്ങളിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ പാപങ്ങളില്ലാതെ ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞയുണ്ടാവണം. മാത്രമല്ല മാനുഷികമായ ബാധ്യതകളിൽ നിന്ന് നിന്റെ ശരീരത്തെ മോചിപ്പിച്ചെടുക്കണം. മാനുഷികമായ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ പല നിലക്കും അതിന് വ്യാഖ്യാനമുണ്ട്. ഒന്നാമത്തത്, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെടിക്കണം. അത് മാനുഷിക ബാധ്യതയാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് മാനുഷികമായ ബാധ്യതകളാണ്. ആ ബാധ്യതകൾ നീ പൂർത്തീകരിക്കണം മോനെ. ഈ കാര്യങ്ങളൊക്കെ തൗബയുടെ റുക്നുകളാണ്, ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം നീ ചെയ്തുകൊണ്ട് നീ നന്നായി തൗബ ചെയ്യണമെന്ന് ഒന്നാമത്തെ കാര്യമായി സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിന്റെ മനസ്സിന് നല്ല ഖേദപ്രകടനം വേണം. ആ ഖേദപ്രകടനത്തിലൂടെ മഹാന്മാർ നമുക്ക് പാടുന്നത് തരികയാണ്. പാപങ്ങൾ ഓരോന്ന് നീ പറയേണ്ടതാ, വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ. പാപങ്ങൾ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ എണ്ണി പറഞ്ഞ് പഠിച്ചവനോട് നമ്മൾ മാപ്പ് ചോദിക്കണം. എന്നിട്ട് പറയാണ്, മഹാന്മാര് പറയുന്നു, അതിന് നീ ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടെത്തണം. മഹാന്മാരെങ്ങനെയാണ്? ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാട് കയറി അവർ പടച്ചറപ്പിനോട് പൊറുക്കലിനെ തേടും. അല്ലെങ്കിൽ ആരുമില്ലാതെ ഏതെങ്കിലും കടലോര ഭാഗങ്ങളിൽ തിങ്ങി നിൽക്കുന്ന ഭാഗത്തല്ല, ആരുമില്ലാത്ത ഏതെങ്കിലും ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ പോയി ഏകാഗ്രതമായി അവർ റബ്ബിലേക്ക് അവർ രണ്ട് കൈയും മലർത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് പാപമോചനം നടത്തും. ഇങ്ങനെ പാടിത്തുന്നു, നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇതു കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം, പടിവാതിലൊഴിയാതവിടെ നിന്ന് നീ കരയണം. അങ്ങനെ നിന്റെ ശരീരത്തെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ നീ മനസ്സറിഞ്ഞ് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റും. അത് ഉറ്റുന്നത് കൊണ്ട് നീ അറിയാതെ നിന്റെ ഹൃദയം ഇങ്ങനെ ക്ലീൻ ആകാനുള്ള ഒരു കാരണമാണ്, അല്ലാതെ ഒരു അർത്ഥമില്ല. മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഏകാഗ്രതമായി പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ഒരു ഈമാനുള്ള മുഅ്മിനാണോ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ആ കണ്ണുനീര് മതി പടച്ച റബ്ബ് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ മോചനം ഉൾപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയെ തങ്ങൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, എന്റെ അടിമകൾ അവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തവരുണ്ടാകാം. അവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ അവര് അമിതമായി അവർ ചെയ്തു പോയ ഓരോ തെറ്റുകുറ്റങ്ങളും അത് കണ്ടിട്ട് പിന്നീട് ഇങ്ങനെ ഞാൻ നന്നാകൂല എന്നൊരു ചിന്ത വേണ്ടതില്ല. മഹാന്മാർ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുകയാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ ഞാൻ നന്നാകൂല എന്ന ചിന്ത മനസ്സിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. 99 പേരെയും കൊന്നൊടുക്കിയ വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹം 100 വരെ പൂർത്തീകരിച്ച് 100 ആളെ കൊന്ന വ്യക്തിയാണല്ലോ. ആ വ്യക്തിക്ക് പോലും അല്ലാഹു മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കൊല്ലാൻ വേണ്ടി പോയിട്ടില്ലല്ലോ, അത്തരം തിന്മകളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, പാപപ്രിയവുകൾ വന്നു പോകാൻ ഇടയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിരുത്തിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എല്ലാവരും അല്ലാഹു 2 കൈകളും നീട്ടി സ്വീകരിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞതുപോലെ പടച്ച റബ്ബ് നമ്മുടെ തൗബ സ്വീകരിക്കാൻ റെഡിയാണ്. നമ്മൾ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചോദിച്ചാൽ മതി. അല്ലാഹു പറയുന്നു, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്
ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ നന്നാവൂല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരും എന്നൊരു പ്രതീക്ഷ നമുക്ക് വേണം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളെയും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന് മാത്രമല്ല തഅക്കീദാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും അല്ലാഹു അവൻ തന്നെ, അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്. അതുകൊണ്ട് നിങ്ങൾ പാപമോചനം നടത്തണം എന്നാണ് മഹാന്മാർ ഒന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത്, റമളാൻ വരുന്നതിന് മുമ്പ് മുഅ്മിനീങ്ങളെ ഏതെങ്കിലും ഒരു മഹാന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് മഹാന്മാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാം. സ്വന്തം ഉപ്പയുടെ, സ്വന്തം ഉമ്മയുടെ, സാധാരണക്കാരുടെ ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ പാപ്പ മരണപ്പെട്ട് കിടക്കുന്നത് ഒരു ഖബർസ്ഥാനിലാണ്, സാധാരണക്കാരനാണ്. സ്ത്രീ അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നത് പുണ്യമല്ല. എന്നാൽ പുരുഷൻ അവിടെ പോകണം. സ്ത്രീ അവരുടെ വീട്ടിൽ വെച്ച് അവരുടെ ഉപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, വലിയുപ്പക്ക് വേണ്ടി, വലിയുമ്മക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യണം. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. സ്ത്രീക്ക് സ്ത്രീയുടെ നിയമം, പുരുഷന് പുരുഷന്റെ നിയമം. പുരുഷനാണോ സ്വന്തം ഉപ്പയുടെ, സ്വന്തം ഉമ്മയുടെ, സ്വന്തം വലിയുപ്പയുടെ, വലിയുമ്മയുടെ ഒരു ഖബറും പുറത്തു പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യണം. അതിനേക്കാൾ ഉപരി ഒരു മഹാന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മുടെ പരിസരത്ത് എത്ര മഹാന്മാരുണ്ട്. അഞ്ചപ്പുര മഖാം, അക്കോയ മുസ്ലിയാർ മഖാം, മമ്പുറം മഖാം, ഖദ്ദസല്ലാഹു അസ്റാറഹും വനഫഅനാ ബിഉലൂമിഹിം. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. എന്തിനാണ് അവരെയൊക്കെ സിയാറത്ത് ചെയ്യണം എന്ന് പറയുന്നത്? അവര് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവര് നന്നായി പരിശ്രമിച്ചവരാണ്. പരിശ്രമിച്ചു എന്ന് മാത്രമല്ല, അകം ശുദ്ധീകരിക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് അവരുടെ മനസ്സിനെ സ്ഫുടം എടുത്തവരാണ് മഹാന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് റമളാനിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ കാര്യമാണ്. മാത്രമല്ല മഹാന്മാർ പറയുന്നു, അവരുടെ അടുത്ത് പോയി, ചാരത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ റമളാനാണ് എന്നിലേക്ക് വരുന്നത്, ഞാൻ നിന്റെ മഹാന്റെ അടുക്കലാണുള്ളത്. ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് റമളാൻ 1 മുതൽ എത്രയാണോ നിശ്ചയിച്ചത്, ഒരു പക്ഷേ 29 ആകാം, അല്ലെങ്കിൽ 30 ആകാം, ആ കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ സമയം പാഴാക്കാതെ മുതലെടുക്കാനുള്ള തൗഫീഖ് കിട്ടണം എന്ന് അവരെ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ നമുക്ക് റമളാനിനെ മുതലാക്കാൻ കഴിയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ ഒരു സമയവും വെറുതെ പാഴാക്കാതെ റമളാനിനെ മുതലെടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തത്, പെരുന്നാളിന്റെ ഡ്രസ്സുകളെല്ലാം റമളാനിന്റെ മുമ്പ് തന്നെ വാങ്ങി വെക്കണം. ഇതിലൊരുപാട് വിശദീകരണങ്ങൾ മഹാന്മാര് നമ്മെ റമളാനിനെ എങ്ങനെയെങ്കിലും മുതലെടുക്കണം എന്ന രൂപത്തിൽ പറഞ്ഞു തരികയാണ്. വീട്ടിലുള്ള ഓരോ ഭക്ഷണ സാധനങ്ങളിൽ കേടുവരാത്തത്, ഇപ്പോൾ പൊടികൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചാൽ അത് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്തരം സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങുക. ഫ്രൂട്ട്സ് ഒന്നും നമുക്കൊരു 30 ദിവസത്തേക്ക് വാങ്ങി വെക്കാൻ പറ്റില്ലല്ലോ, അത് ഓരോ ദിവസമാണെങ്കിൽ അങ്ങനെ വാങ്ങാം. അതിലപ്പുറമുള്ളത് ഡ്രസ്സ്, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ തന്നെ വാങ്ങി വെച്ചാൽ റമളാനിന്റെ ഒരു നിമിഷം പോലും ഷോപ്പിങ്ങിന് പോയിട്ടും അതുപോലെ തന്നെ അങ്ങാടികളിൽ കറങ്ങിയിട്ടുമായി നമ്മുടെ സമയം ഒരിക്കലും പാഴാക്കരുത് എന്ന് സ്വാലിഹീങ്ങളായ ആളുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമത്തത്, റമളാനിലെ ആദ്യ നിമിഷങ്ങൾ ഒരു കാരണവശാലും പാഴാക്കി കളയരുത്. റമളാനിന്റെ ആദ്യ നിമിഷം എന്ന് പറഞ്ഞാൽ ആ റമളാനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നൊരു സമയമാണ്.
ആ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിൻ്റെ ആദ്യ നിമിഷം പാഴാക്കി കളയാനേ പാടില്ല. നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു സയ്യിദ് വരുന്നുണ്ട്, ഒരു വലിയ ആലിമ് വരുന്നുണ്ട്. വരുന്ന സമയത്ത് നമ്മളൊന്നുമില്ല, വീടും പൂട്ടി നിൽക്കുകയാണ്. എന്തായിരിക്കും അവസ്ഥ? ആ വരുന്ന ആലിമിന്, ആ വരുന്ന സയ്യിദിന് എത്രത്തോളം വിഷമമുണ്ടാവും? അതൊക്കെ പോകട്ടെ, ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത് വീടും പൂട്ടി നിൽക്കുകയാണ്, ആരുമില്ല, വെല്ലടിച്ചിട്ടൊന്നും ഉറക്കുന്നില്ല. നിൽക്കുമ്പോൾ ആ വിരുന്നുകാരൻ എത്ര വിഷമമുണ്ടാവും. എന്നാൽ അതിനേക്കാളും വലിയൊരു വിരുന്നുകാരനല്ലേ വിശുദ്ധ റമദാൻ. അതിൻ്റെ ആദ്യ നിമിഷം അത് നമ്മിലേക്ക് വരുന്ന സമയമാണ്. ഒരിക്കലും ആ ആദ്യ നിമിഷം പായാക്കി കളയരുത്. ഷഅബാൻ 29 എന്ന് പറയുന്നത് ശക്കിന്റെ ദിവസമാണല്ലോ. ശക്കിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുണ്ടാവുമല്ലോ. റമദാൻ ആകാനും സാധ്യതയുണ്ട്, ആകാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഷഅബാൻ 29-ന്റെ ആ രാവ് തുടങ്ങുന്നത് മഗ്‌രിബ് മുതലക്കാണല്ലോ. ആ മഗ്‌രിബിന് തന്നെ പുരുഷന്മാർ പള്ളിയിലെത്തണം. ഒരു 15 മിനിറ്റ് മുമ്പ് തന്നെ പള്ളിയിലെത്തി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് നല്ല ഒരു ശുഭലക്ഷണമാണ്. റമദാനിനെ കാത്തിരിക്കുകയാണല്ലോ. നല്ല കുളിച്ചൊരുങ്ങിയ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന രൂപത്തിലാവണം. സ്ത്രീയാണോ അവൾ, അവളുടെ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ഈ തസ്ബീഹ് ചൊല്ലണം. പലപ്പോഴായി മഗ്‌രിബ് ബാങ്കും കൊടുത്ത് കുറെ സൊറ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിനുശേഷമല്ല പോയി വുദു എടുക്കേണ്ടത്. മഗ്‌രിബിന് മുമ്പ് തന്നെ, ഒരു 15 മിനിറ്റ് മുമ്പ് തന്നെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വുദു എടുത്ത് മഗ്‌രിബിനെ പ്രതീക്ഷിച്ചു നിൽക്കുക. ഇതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ലക്ഷണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെ റമദാനിനെ കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. നമ്മുടെ ഇംഗ്ലീഷ് മാസം അനുസരിച്ച് 2025 മാർച്ച് 1 ശനിയാഴ്ച ശക്കിന്റെ ദിവസമാണ്. അപ്പൊ അന്നത്തെ മഗ്‌രിബിന് നമ്മൾ ചിലപ്പോൾ റമദാനാകാം, അല്ലാതിരിക്കാം. പുരുഷന്മാർ പള്ളിയിൽ ഉണ്ടാവണം, സ്ത്രീകളുടെ നിസ്കാരപ്പായിൽ ഉണ്ടാവണം, എല്ലാ ദിവസവും ഉണ്ടാവണം. പക്ഷേ അന്ന് പ്രത്യേകിച്ചും ഉണ്ടാവണം. എന്നാൽ ഷഅബാൻ 30 മാർച്ച് 2-നാണ്, ഞായറാഴ്ചയാണ്. അന്ന് നിർബന്ധമായും പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകൾ അവരുടെ നിസ്കാരപ്പായയിലും ഇരിക്കണം. കാരണം എന്തായാലും അന്നത്തെ മഗ്‌രിബ് മുതൽ റമദാൻ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ ശക്കല്ല, ഉറപ്പാണ്, യഖീനാണ്. പിറ്റത്തെ ദിവസം തിങ്കളാഴ്ച റമദാൻ 1 ഉറപ്പാണ്. ശനിയാഴ്ച മാസം കണ്ടാൽ ഞായറാഴ്ച റമദാൻ 1-ആണ്. ഏതായിരുന്നാലും എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് റമദാൻ പറഞ്ഞയക്കുന്നത് എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഷഅബാൻ 29-ന്റെ മഗ്‌രിബിന്റെ സമയം റമദാനിന്റെ ആദ്യ സമയമാണ്. ഷഅബാൻ 30 ആയാൽ നിർബന്ധമായും റമദാനിന്റെ ആദ്യ നിമിഷങ്ങളാണ്. പാഴാക്കി കളയരുതേ. മഹാന്മാർ നമ്മോട് പറയുകയാണ്. അഞ്ചാമത്തത്, റമദാൻ ആയി കഴിഞ്ഞാൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നത് വലിയ ഉത്തമമാണ്. വഖാല ബഅദുൽ ആരിഫീന, ആരിഫീങ്ങളിൽ നിന്നുള്ള ചില മഹാന്മാർ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹ് ഇൻദ റുഅയതി ഹിലാലി റമദാൻ ഫീ അവ്വലി ലൈലത്തിൻ, റമദാനിന്റെ ആദ്യ രാത്രി. റമദാനിന്റെ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ റമദാൻ 1 ഇന്ന് റമദാനിന്റെ ആദ്യ രാത്രിയാണ്. ആ രാത്രിയിൽ വല്ലവരും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ വസിഅല്ലാഹു റിസ്ഖഹു ഫീ ദാലികൽ ആമി ഇലാ ആഖിരിഹി, ആ വർഷത്തിന്റെ അവസാനം വരെ അല്ലാഹു അവന്റെ റിസ്ഖ് വിശാലമാക്കി തരുന്നതാണ്. അപ്പൊ റിസ്ഖ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മുടെ ജോലി ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ആ ജോലിയിൽ ബറക്കത്ത് വേണോ? സൂറത്തുൽ ഫത്ഹ് നമ്മൾ പാരായണം ചെയ്യണം. അപ്പൊ റമദാനായി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാസം കണ്ടാൽ ചൊല്ലേണ്ട ദിക്ർ നമ്മൾ ചൊല്ലിയതിനു ശേഷം ഒരു സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നത് വലിയ ഉത്തമമാണ്.
മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബലഗനി, എനിക്ക് എത്തിയിട്ടുണ്ട്, അന്നഹു മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി, വല്ലവനും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ആദ്യ രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുകയാണ്. മഹാനവറുകൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഫീ സ്വലാത്തി തതവ്വുഇ, സുന്നത്ത് നിസ്കാരത്തിൽ. അപ്പൊ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ സൂറത്തുൽ ഫത്ഹ് കാണാതെ പഠിച്ച ആള് അദ്ദേഹം സുന്നത്ത് നിസ്കാരത്തിൽ ആ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഹഫിളഹുല്ലാഹു തആല ദാലികൽ ആം, ആ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം അവനിക്കുണ്ടാവും. അപ്പൊ രണ്ട് നിലക്കും മഹാന്മാർ പറയുന്നുണ്ട്, ഒന്നിരിക്കൽ സുന്നത്ത് നിസ്കാരത്തിൽ ഓതാവുന്നതാണ്, അല്ലെങ്കിലോ നമ്മൾ റമദാനായി പള്ളിയിൽ വന്ന് ഖിബ്ലക്ക് മുന്നിട്ട് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക, രണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ റമദാനിന്റെ ആദ്യ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഓരോ രംഗങ്ങളും നമുക്ക് ഓർമ്മയിൽ വേണം. ഒന്നാമതായി പറഞ്ഞത് തസ്ബീഹ് ചൊല്ലിയിട്ട് റമദാനിനെ സ്വീകരിക്കണം. മഗ്രിബ് ജമാഅത്ത് അന്ന് നടക്കണം. സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ അവരുടെ ഉമ്മമാരും സഹോദരിമാരും തമ്മിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. പുരുഷനാണോ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കണം. അങ്ങനെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യണം. ആറാമത്തത് മഹാന്മാർ പറയുന്നു, നാളെ റമദാൻ 1 എങ്കിൽ ഇന്നെന്തുണ്ടാവും? തറാവീഹ് ഉണ്ടാവും. നമ്മളൊക്കെ എന്തായിരിക്കും? ഇന്നിപ്പോ എങ്ങനെ പള്ളിയിൽ പോവുക, എന്നവിടെ നിൽക്കട്ടെ, നാളെ പോകാം. മനസ്സിൽ ഒരിക്കലും വിചാരിക്കരുത്. മനസ്സിൽ വിചാരിക്കേണ്ടത്, പടച്ചോനെ റമദാൻ ആയല്ലോ, ഇന്നു മുതൽ ഒരൊറ്റ തറാവീഹും ഞാൻ നഷ്ടപ്പെടുത്തൂല. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിലേക്ക്. കാരണം റമദാനിലെ പ്രധാനപ്പെട്ട പ്രത്യേകമായ നിസ്കാരം അത് സ്വലാത്തു തറാവീഹ. ഈ സ്വലാത്തു തറാവീഹ് അത് റമദാൻ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഒന്നുപോലും ഞാൻ നഷ്ടപ്പെടുത്തൂല എന്നൊരു പ്രതിജ്ഞ നമുക്ക് വേണം. കാരണം ജമാഅത്ത് സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കരിച്ചാൽ അവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് അറിയോ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, വല്ലവനും വിശ്വസിച്ചും കൂലി പ്രതീക്ഷിച്ചും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുന്നതാണ്. അപ്പോൾ ഒരൊറ്റ തറാവീഹ് അങ്ങ് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വൃക്ഷങ്ങളിൽ നിന്നും ഇലകളിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പോലെ ദോഷങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ അവയവങ്ങളിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുകയാണ്. അങ്ങനെ കിട്ടുന്ന ഒരു ഓഫർ നമ്മൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ തറാവീഹിന്റെ ഇടയിലൊക്കെ സ്വലാത്ത് ചൊല്ലാറുണ്ട്, ദിക്റുകൾ ചൊല്ലാറുണ്ട്. അതിലൊന്നും ഒരു മടിയും കൂടാതെ നന്നായി ശബ്ദത്തിൽ തന്നെ നമ്മൾ ചൊല്ലണം. അപ്പോഴും നമ്മൾ ഉറക്കം തൂങ്ങിയിട്ട് ഒരു ഭാഗത്ത് മുഅദ്ദിനും ഉസ്താദും ചൊല്ലുന്നുണ്ടാവും. പക്ഷേ നമ്മളൊരു ആവേശത്തിലൂടെ ചെല്ലുമ്പോഴല്ലേ ആ പള്ളിയിലൊക്കെ ശബ്ദം കൊണ്ട് അലങ്കൃതമാവുകയുള്ളൂ. ആ രൂപത്തിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലി കണ്ട് കേൾക്കുമ്പോ നമ്മളൊക്കെ ഉറക്കെ ചെല്ലണം. എന്നെല്ലാവരും ചൊല്ലി നോക്കി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين എന്തൊരു ഭംഗിയുണ്ടാവും ഇതിങ്ങനെ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം വിത്ർ നിസ്കാരം, അത് എല്ലാ ദിവസവും വിത്ർ നിസ്കാരമുണ്ട്. റമളാനായി കഴിഞ്ഞാൽ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. പാഴാക്കി കളയരുത്. അത് എത്രയാണോ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുള്ളത് അത് മുഴുവനും നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏഴാമത്തത് നമ്മൾ നിയ്യത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണത്? ഒരാൾ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം നിയ്യത്ത് വെക്കുന്നത് എങ്ങനെ? തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 20 റക്അത്ത് നിസ്കരിക്കാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇങ്ങനെ കെട്ടിയാൽ തറാവീഹ് നിസ്കാരം സ്വഹീഹാകുമോ? സ്വഹീഹാകില്ല. ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ വെക്കണം? തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. ആ 20 റക്അത്ത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഈ 2 റക്അത്ത് വീതം, ഈ 2 റക്അത്ത് വീതം, അങ്ങനെ 20 പൂർത്തീകരിക്കലാണ്. ഏതുപോലെ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കാരമുണ്ട്. ആ 4 റക്അത്ത് നമ്മൾ ഒന്നിച്ച് 4 റക്അത്ത് അല്ലല്ലോ. ആദ്യം 2 റക്അത്ത്, പിന്നെ 2 റക്അത്ത്, അങ്ങനെ 4. ളുഹറിന്റെ ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം എങ്ങനെയാണ്? ആദ്യം 2, പിന്നെ 2. അപ്പൊ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഫുഖഹാക്കൾ പറയുന്നു അഖ്വാലു വഅഫ്ആലു മുഫ്തതിഹത്തുൻ ബിത്തക്ബീരി വമുഖ്തതിമത്തുൻ ബിത്തസ്ലീമി. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങുന്ന, സലാം കൊണ്ട് അവസാനിക്കപ്പെടുന്ന ചില വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞത്. അപ്പോ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, പിന്നെ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി, അതോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ നിയ്യത്ത് വെച്ചതിന് ശേഷമേ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാൻ പാടുള്ളൂ. അപ്പൊ ഒറ്റയടിക്ക് 20 റക്അത്ത് വെച്ച് അങ്ങനെ നിസ്കരിക്കാൻ പോകാമെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ നിസ്കാരം സ്വഹീഹാവുകയില്ല. ആ നിയ്യത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ഈ 2 റക്അത്തിലും സലാം വീട്ടിയാൽ ഉടൻ അവൻ നിയ്യത്ത് വെക്കണം. ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി. ഇമാമാണെങ്കിൽ ഇമാമൻ ലില്ലാഹി തആല, അതല്ല മഅ്മൂമാണെങ്കിൽ മാൽ ഇമാമി ലില്ലാഹി തആല എന്ന് വെക്കണം. അതാരും മറന്നു പോകരുത്. അതേ രൂപത്തിൽ തന്നെ വിത്റാണെങ്കിലും നമ്മൾ വിത്ർ നിസ്കരിക്കുമ്പോൾ ഒരിക്കലും 3 റക്അത്ത് ഒപ്പമല്ലല്ലോ. പ്രത്യേകിച്ച് മഗ്രിബ് പോലെ വിത്റാക്കരുത് എന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പൊ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഉസല്ലി സുന്നത്ത സ്വലാത്തൽ വിത്രി റക്അത്തൈനി ലില്ലാഹി തആല എന്ന് നമ്മൾ നിയ്യത്ത് വെക്കുന്നു. രണ്ടാമത്തേതിനോ ഉസല്ലി സുന്നത്ത സ്വലാത്തൽ വിത്രി റക്അത്തൻ വാഹിദത്തൻ ലില്ലാഹി തആല. പിന്നെ ഇമാമാണെങ്കിൽ ഇമാമൻ ലില്ലാഹി തആല, മഅ്മൂമാണെങ്കിൽ മഅൽ ഇമാമി ലില്ലാഹി തആല. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അത് 3 പ്രാവശ്യം ചൊല്ലണം. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ഇത് രണ്ടും ശബ്ദമില്ലാതെ മനസ്സിൽ ചൊല്ലുകയും മൂന്നാമത്തതൊന്ന് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന ശബ്ദം ഉയർത്തിയിട്ട് ചൊല്ലണം. ഇതൊക്കെ മഹാന്മാർ നമ്മോട് പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മെ സ്ഫുടം ചെയ്തെടുത്ത് വിശുദ്ധ റമളാനിനെ നന്നായി സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ ചുരുക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിൽ ഓരോ തറാവീഹിന്റെ ശേഷവും സുബഹിന്റെ ശേഷവും 5 മിനിറ്റ് ഇത്തരം സംഗതികൾ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രാവുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫി ആഖിരിൽ ലൈലി യഖൂലു സുബ്ഹാനഹു വ തആല, ഓരോ രാത്രിയും അവസാനിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹൽ മിൻ സാഇലിൻ ഫഉതിയഹു, വല്ലവനും എന്നോട് ചോദിക്കുന്നുണ്ടോ ഞാൻ അവന് നൽകാൻ റെഡിയാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു, വല്ലവനും എന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ ഫഅഗ്ഫിറു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാൻ റെഡിയാണ്. ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി വസ്തഗ്ഫിറുഹു യഗ്ഫിർ ലക്കും, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യങ്ങളിൽ നിന്ന്, വസ്തഗ്ഫിറുഹു, അവനോട് പാപമോചനം നടത്തണം. യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് പറയുമ്പോൾ അത്താഴത്തിന്റെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നേരത്തെ നമ്മൾ എഴുന്നേറ്റ് നമ്മളെ തായം കഴിച്ച് മറക്കരുത്, 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ മറക്കരുത്. അതങ്ങനെ തന്നെ പതിവായി റമദാനിൽ നമ്മൾ പതിവാക്കിയെടുത്ത് ജീവിതം മരണം വരെ നമ്മൾ കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഇതിലപ്പുറം എന്താണ് നമുക്ക് ചെയ്തു തരാൻ? തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് പടച്ചവനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കിതാ റമദാന് തരുന്നു, നിങ്ങൾക്കിതാ നല്ല നല്ല വിലപ്പെട്ട സമയങ്ങളും ഞാൻ തരുന്നു. ആ റബ്ബല്ലേ അർഹമുർ റഹീമീൻ, ഏറ്റവും കരുണ ചെയ്യുന്ന റബ്ബ്. ആ റബ്ബ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ചാൻസ് തന്നിട്ട് അതിനെ മുതലാക്കാതെ നിങ്ങൾ എടുക്കരുത്. എന്നിട്ട് മഹാന്മാർ പറയുകയാണ്, മോനെ നീ ഒന്ന് പള്ളിക്കാട്ടിലേക്കൊന്ന് പോയി നോക്കണേ. എന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് നിന്റെ ചിന്തകളുടെ നാവ് കൊണ്ട് അവിടെ കിടക്കുന്ന ഓരോ ഖബറാളിയോടും നീ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അങ്ങനെ നീ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? നിന്റെ മനസ്സിന്റെ അകത്തട്ടിൽ നിന്ന് നീ ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ ആശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവർ നിനക്ക് തരും. നീ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, അല്ലയോ ഖബറാളികളെ, നിങ്ങൾ ജീവിതത്തിലെ മുഴുവൻ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഈ മരിച്ച് ഖബറിലേക്ക് വന്നിട്ടുള്ളത്? എന്തെല്ലാമായിരുന്നു നിങ്ങളുടെ ആഗ്രഹം? എന്റെ മക്കളെ കെട്ടിക്കണം, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് ഇതൊക്കെ ചെയ്യണം, എന്റെ വീട് അങ്ങനെയാക്കണം, ഇങ്ങനെയാക്കണം, എനിക്ക് ഇത്ര ഷോപ്പുകൾ തുറക്കണം, തുടങ്ങിയതെല്ലാം ആഗ്രഹങ്ങൾ നീ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ നിനക്കതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ പറയൂ, ഓ മോനെ, ഞാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊന്നും ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയും, മോനെ, മരിക്കലോടുകൂടെ എല്ലാ സുഖങ്ങളും തീർന്നുപോയി. അതുകൊണ്ട് എന്റെ കൂടെയുള്ളത് സ്വാലിഹായ അമൽ മാത്രമേ എനിക്ക് കൂട്ടിയുള്ളൂ. അതുകൊണ്ട് നിനക്ക് വരുന്ന റമദാനിനെ നീ മുതലെടുക്കണം. നിനക്ക് വരുന്ന ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ് എന്ന് ആ ഖബറാളികൾ നിനക്ക് ഉത്തരം തരുമെന്ന് മഹാന്മാർ നമ്മോട് വിലപ്പെട്ട ഉപദേശം തരുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനിന്റെ അവസാന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, റമദാൻ നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും നമുക്കൊരു ബോധം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. നമ്മയൊക്കെ സ്ഫുടം ചെയ്ത നല്ല മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതിനുള്ളതാവട്ടെ നമ്മുടെ ക്ലാസുകളും നമ്മുടെ നടത്തങ്ങളും നമ്മുടെ യുദ്ധങ്ങളും നമ്മുടെ എല്ലാ അമലുകളും. അല്ലാഹുവേ, ഈ ദുആഇന്റെ മജ്‌ലിസാണിത്. ഈ പഠന ക്ലാസിന്റെ അവസാനത്തെ ഈ നിമിഷങ്ങളിൽ സയ്യിദ് അവരുടെ നേതൃത്വത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ എല്ലാവരും മനസ്സിൽ ഉണർന്നു വെക്കേണ്ടത്, പടച്ചോനെ, ഈ റമദാനിനെ എങ്ങനെയെങ്കിലും എനിക്ക് മുതലാക്കണം എന്ന നിയ്യത്തോടെയാവണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഈ അക്രമ വൈദ്യ ചെല്ലണം. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സുകൾ നീ കബൂലാക്കണേ. അല്ലാഹ് يا أكرم الخلق ما لي من آلون به سواك عند حلول حديث العمم مولاي صل
وسلم دائما أبدا على حبيبك خير خلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كاللبن مولاي صل وسلم دائما أبدا على حبيبك خير لعل رحمة به يقسمها تهدي على حسب العصيان في قسمي مولاي صل وسلم دائما أبدا على حبيبك خير يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم أبدا على حبيبك خير بالطف عبدك في دارين إن له صبرا متى تدعوه الأحوال يا حزيمي مولاي صل وسلم دائما أبدا على حبيبك خير واغنى لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما نهت عذبا
آمين مولاي سلم دائما أبدا على حبيبك في الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سعد سعيد زبير طلحة وامين عبيدة وابن عوف عاشر كبير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لله من أمرا على حبيبك